ആഹാ, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണല്ലോ ആ പറക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് ദിവസമായി ഭയങ്കര ഒരു സന്തോഷം, ആവശ്യമില്ലാത്തൊരു ഉന്മേഷവും ആഹ്ലാദവും ഒരു സമാധാനമൊക്കെ. അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തോ പണി വരാനുണ്ട് എന്നുള്ളത്. വിചാരിച്ച പോലെ തന്നെ നമ്മുടെ ഹൗസ് ഓണർ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മൾ ഈ വില്ല റിനോവേറ്റ് ചെയ്യാണ്, നിങ്ങളത് റൂം ചേഞ്ച് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെ ഇരിക്കണോ, പണി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഷുവറായിരുന്നു. ബട്ട് ഇങ്ങനെ ഒരു പണി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ റൂം മാറാന്നൊന്നും പറയുന്ന വലിയ കാര്യമൊന്നുമല്ല. ഇവിടെ യുഎയിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ബട്ട് നമുക്ക് പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. 3.5 വർഷത്തോളമായി നമ്മൾ ഈ വില്ലയിൽ താമസിക്കുന്നത്. ഭയങ്കര ആംബിയൻസും സറൗണ്ടിങ്സും ഒക്കെ നല്ലതാണ്. ഭയങ്കര പീസ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. വില്ലയാണെങ്കിൽ ഒരു 1 BHK വില്ലയാണ്. എന്നാൽ പോലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വില്ല. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്കത്. ഇനി ഇതുപോലൊന്ന് എനിക്ക് മഷിയിട്ടാൽ പോലും കിട്ടും എന്നുള്ളത് തോന്നുന്നില്ല. ചിലപ്പോൾ ഇതിനേക്കാൾ സൗകര്യമുള്ളതായിരിക്കാം, ബട്ട് ഇത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല. ഇവിടേക്ക് ഏതെങ്കിലും ഗസ്റ്റ് കയറി വരുമ്പോൾ അവർ പറയുവേ, ഒരു പുതിയൊരു സ്ഥലത്ത് കയറി വരുന്ന പോലല്ല, നിൻ്റെ ഇൻസ്റ്റഗ്രാം തുറന്നാൽ മൊത്തം ഈ വീടാണല്ലോ എന്നുള്ളത്. സത്യമാണ്. എനിക്കൊരു ഈ ഒരു എസ്തെറ്റിക് ക്രൈസ് അല്ലെങ്കിൽ ഒരു റീൽ എടുക്കാനുള്ളൊരു ക്രൈസൊക്കെ വരാനുള്ളൊരു റീസൺ ഈ ഒരു വീടാണ്. ഇതിൻ്റെ ഓരോ മുക്കും മൂലയും ഹോം ഡെക്കർ ചെയ്യുക, അതിങ്ങനെ വീഡിയോസ് എടുക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഞാൻ ഈ ഒരു റൂമുമായിട്ട്. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അങ്ങനെ അറ്റാച്ച്ഡ് ആവരുതായിരുന്നു. ആഫ്റ്റർ ഓൾ ഇതൊരു റെൻറ്റഡ് ഹൗസാന്നുള്ള കാര്യം ഞാനും ആലോചിക്കണമായിരുന്നു. അതിനിപ്പോൾ വീടായിക്കോട്ടെ, വേറെ എന്തെങ്കിലും സാധനങ്ങളായിക്കോട്ടെ, മനുഷ്യന്മാരായിക്കോട്ടെ, ഒന്നും നമുക്ക് കാലാകാലം നമുക്ക് സ്വന്തമല്ല. ഏത് നിമിഷം അത് നഷ്ടപ്പെട്ടേക്കാന്നുള്ളൊരു ബോധം നല്ലതാണ്. നമുക്ക് ഓരോ ചേഞ്ചും ഓരോ പാഠങ്ങളല്ലേ. അപ്പോൾ ഈ ഒരു റൂം ചേഞ്ച് എനിക്ക് ആ ഒരു പാഠമാണ്. നമുക്ക് സ്വന്തമല്ലാത്ത ഒന്നിനോടും ഒരു പരിധിയിൽ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആവരുത്, അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ സ്നേഹിക്കരുത് എന്നുള്ളൊരു പാഠം. എനിവേസ്, ഈ ഒരു വില്ലേൻ്റെ ഒരു പ്രോപ്പർ ഒരു ഹോം ടൂർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ നെക്സ്റ്റ് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പെട്ടിയും കടക്കൊക്കെ എടുത്ത് പോകുന്നതിന് മുമ്പ് ഒരു ഹോം ടൂർ ഇടുന്നതായിരിക്കും, ഇഫ് യു ഗൈസ് വാണ്ട്. നമ്മൾ ഓൾറെഡി റൂം ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും താനെ. ഇവിടെ രാവിലെ തന്നെ ഏർലി മോർണിംഗ് തന്നെ ഇവർ പണികളൊക്കെ തുടങ്ങും. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർ പരിപാടികളൊക്കെ. അതുകൊണ്ട് തന്നെ ഉറക്കത്തിൻ്റെ കാര്യമൊക്കെ ഏകദേശം അടിപൊളിയാണ്. പിന്നെ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ ഇടാൻ പോലുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടാറില്ല. ഈ പണിക്കാർ ബ്രേക്ക് എടുക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ചടപടയെന്ന് വോയിസ് ഓവർ ഇട്ട് തീർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മാറിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് കൊണ്ടാണ്. ഫുള്ള് നോയ്സും ഫുള്ള് പണിക്കാരും തിരക്കുകളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഒരു ഹോം ഹണ്ടിങ്ങിലാണ് ഇപ്പോൾ. എനിവേസ്, അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ബൈ.